സിനിമയിലുള്ള ലാലേട്ടനാണെന്ന്. എന്നാ അല്ല, എനിക്കൊരു കെട്ടിയവരുണ്ട് ജിംജിത്തില. പുറത്തോ പണിക്ക് പോകത്തില്ല. വീട്ടിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല. നേ ലാലേട്ടാ. രാവിലെയാ? സമയം ഇപ്പൊ തന്നെ 10 മണികളായി. 10 മണിയായിട്ടേലു. ഞാൻ വിചാരിച്ചു ചോറ് വെക്കാൻ വിളിച്ചേ. ഇങ്ങനൊരു മടിയൻ. വാസു, എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് എന്റെ വസന്തരാന്നുള്ള പേര് ഒന്ന് മുഴുവനായിട്ട് വിളിച്ചൂടെ? അതെല്ലാം വലിയ പേരല്ലേ, ഇതാവുമ്പോ കുഞ്ഞു പേര്. വാസു കാവു. ഇങ്ങോട്ട് വന്നാണി, ഇതങ്ങോട്ട് കൊണ്ടുപോയാണി. പാനിക്കാൻ ഇത്രയില്ല കപ്പിടിച്ചു ഗ്യാസ്. അയ്യോ എന്റെ ഗ്യാസ്. നീ പുറത്തോട്ട് കൊണ്ടുപോകല്ല പറഞ്ഞത്, അതോട്ട് കൊണ്ടുപോകാനാ. വാസു വാസു വാസു, ഇതൊക്കെ വിളിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം പിന്നെ ആര് നോക്കും? അയ്യേ, പറച്ചില് കേട്ടാത്തൊന്നും മാസം 10-50,000 രൂപ കൊണ്ടുവന്ന് തരാണെന്ന്. നേ ഒരു കാര്യം പറയാം, നമുക്ക് 2 കുട്ടികളുണ്ടേ. ഉണ്ടോ? പിന്നെ ഇല്ലേ? ആ ഉണ്ട്. പിന്നെ സ്കൂളിൽ സാർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കൊണ്ടുവരണമെന്ന്. എന്നാ പിന്നെ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് നീ പോറോ? എന്റെ അച്ഛനല്ല, നമ്മുടെ പിള്ളേരുടെ അച്ഛൻ. അതായിരിപ്പോ നിങ്ങള്. എനിക്കായിരുന്നു. ഇനി അപ്പുറത്തെ വീട്ടിൽ ശശിനാട്ടെ വിളിച്ചോണ്ട് പോയെ. നിങ്ങളുടെ ഒരു ഒറ്റ മടി കാരണമാണ് ഈ വീട്ടിൽ അരിയില്ല, മണ്ണെണ്ണയില്ല, മുളകൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഒരു സാധനമില്ല. എടി, ദൈവം വായി കീറിയിടങ്ങളിൽ അത് നേരെ തന്നോളും. ഭാഗ്യരെ ദൈവം അതിനുള്ള മാസ്ക് തന്നിട്ടുണ്ട്. അതെടുത്ത് ഞാൻ ഒട്ടിച്ചു വയ്ക്കാം കേട്ടാ. അഴുക്കപ്പാലേ, നിനക്ക് എന്തൊരു ചൊണ്ടിട്ടാണ് നീ ഇപ്പൊ കൂടെ എന്റെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. നിന്നെ ഞാൻ കൊന്ന് നിന്റെ രക്തങ്ങളൊക്കെ കുടിച്ച് പച്ചരശൽ ഉണക്കാനിടും. ഉറപ്പാലേ എന്തൊരു മനുഷ്യൻ നിങ്ങളെ കാണിക്കണത്. എന്റെ പേര് വസുന്ധരാന്ന. എന്നെ എന്റെ അമ്മേനെ ഒരു പണിയെടുക്കാനാണ് വളർത്തിനി. എനിക്ക് അപ്പ പണിയെടുക്കുന്ന അപ്പ എനിക്ക് നസുകൊണ്ട് അതുപോലെ ഇവക്കറിയില്ല. എന്തെങ്കിലും ഞാൻ കാര്യം ചോദിച്ചോട്ടാ, ഈ കുടുംബത്തെ പറഞ്ഞ ആരെങ്കിലും പണിക്കുവോ? നിങ്ങൾ പറ. ആ കാസർഗോഡ് തിരുവനന്തപുരം പറ്റി ഞാൻ ഈ കല്യാണം കഴിച്ചിന് ഓട് പണിയെടുത്ത് അങ്ങനെ ജീവിക്കാം. എനിക്ക് ഇപ്പോൾ എന്നോട് പണിക്കുവാൻ പറയുന്നത് ഇത് ബാക്കി നടക്കാം ഈട് തീർക്കാലോ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം മനുഷ്യ. അപ്പുറത്തെ കൈ ഇങ്ങോട്ട് വാ, എന്നെ കൂടെ തള്ളിയിടും. ഇത് ഇങ്ങോട്ട് വന്നേ. ഈ വീട്ടിലെന്തല്ലോ പ്രശ്നമുണ്ട്. ഞാൻ ഇരുന്നതേ ഓർമ്മയില്ല. പിന്നെ ഞാൻ എനിക്ക് നിലത്താണ്. ഈ വീട്ടിലല്ല പ്രശ്നം, നിങ്ങൾക്കാ. നിങ്ങൾക്ക് എന്ത് കണ്ടാലും അവിടെ പറയണം. അതുകൊണ്ടേ ഞാൻ തന്നെയായി കസിന് ഇവിടെ കൊണ്ടുവന്നിട്ടത്. അഥവാ നിങ്ങൾ ഇവിടെ കയറി കിടന്നുറങ്ങുകയും ചെയ്യും, നിങ്ങൾ വീഴുകയും ചെയ്യും. നിന്നോട് ദൈവം ചോദിക്കും. അതിനു മുന്നേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കുളിച്ചിട്ട് എത്ര ദിവസമായി? 1 ദിവസോ അല്ലൊരാഴ്ച. നിങ്ങൾക്കൊന്ന് കുളിച്ചൂടെ എന്റെ മനുഷ്യ? എനിക്കറിയാറ്റാണ്. ആദ്യം നമ്മൾ കിണറ്റിനടുത്തേക്ക് നടന്നിട്ട് പോകണം. ആടുന്ന വെള്ളം കോരണം, ബക്കറ്റിലേക്ക് ഒഴിക്കണം, പാത്തെടുത്തിട്ട് ഇങ്ങനെ ആക്കണം, സോപ്പ് തേക്കണം, തോർത്തണം. ഇതൊന്നും പോരായിട്ട് പുതിയ കുപ്പായ വിടണം. ഇതിനൊക്കെ ഭയങ്കര മടിയാണ്. നിങ്ങൾക്കറിയോ, ഞാൻ കറിക്കിടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു മാങ്ങ പറിക്കാൻ പറഞ്ഞപ്പം ഇങ്ങനത്തെ മരത്തിൽ കയറാനുള്ള മടി കാരണം മാവ് മുറിച്ചിട്ട് അത് വലിയ വീട്ട മണ്ടയ്ക്ക്. ഇതാരോടാണ് ഈ പറയുന്നത്? ഒരു പണിയിലാണ് കിട്ടുന്നപ്പോഴാണ്. എന്റെ പൊന്നു മനുഷ്യ, അവരവരുടെ കുട്ടികളുടെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാ. പരിപ്പ് വടയല്ല, പരിപാടി. അല്ലാതെ നിങ്ങളെ പോലെ ഒരു ജോലി പോലും ഇല്ലാതെ ഇവിടെ ഒന്ന് കുത്തിയിരിക്കല്ല കേട്ടാ. പിന്നെ നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞാൻ ഈ വീട്ടിൽ ഇറക്കി വിടും. തമാശയല്ല, ഉറപ്പായിട്ട് ഇറക്കി വിടും. സത്യം സത്യം സത്യം. എന്തായാലും ഇത്രയായിട്ട് പറയുന്നല്ലേ. ഞാനൊരു തിങ്കളാഴ്ച പഠിക്കുക. ശരിക്കും? അപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച പഠിക്കും? അപ്പൊ ഞാൻ തിങ്കളാഴ്ച പഠിക്കും. അപ്പൊ നിങ്ങൾ നാളെ